ഹേയ് ഹലോ വെൽക്കം ടു മിസ്റ്റേക്ക് ലവ് മായ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മകം നക്ഷത്രത്തിന് 2025 എനർജി എന്താണെന്നുള്ള റീഡിംഗ് ആണ്. ഓക്കെ, ഇതൊരു എക്സ്റ്റെൻസീവ് റീഡിംഗ് ആയിരിക്കും. നമ്മൾ ഒറേക്കൽ കാർഡ്സും നോർമലി അതേപോലെ തന്നെ ടാരോ കാർഡ്സും എടുത്തിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. സോ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ റീഡിങ്ങിലേക്ക് പ്രോപ്പറായിട്ട് പോകാം. ഓക്കെ, അതേപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. പെയ്ഡ് റീഡിങ്സ് ആണ്, റീഡിങ്സിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ കിട്ടുന്ന കാർഡ് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ എന്നാണ്. ഗിവ് ഈച്ച് അതർ സം സ്പേസ് അറ്റ് ദ മൊമെൻറ്റ്, ട്രസ്റ്റ് ആൻഡ് ഹാവ് ഫെയ്ത്ത് ആൻഡ് ഓൾ ദാറ്റ് വർക്ക് ഔട്ട് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പേസ് കൊടുക്കണം. അതായത് രണ്ടുപേർക്കും എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണ്ടുന്നത്, നിങ്ങൾ നോക്കുന്നത് കുറച്ചുകൂടി സ്പേസ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണോ, ബൗണ്ടറി വേണമെന്നാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഗ്രോത്ത് നിങ്ങൾ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എക്സാക്ട്ലി നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ് എന്നൊക്കെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളത് കാണുന്നു. ഓക്കെ, ട്രസ്റ്റ് ആൻഡ് ഹാവ് ഫെയ്ത്ത്, അതായത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുക, ഫെയ്ത്ത് ഉണ്ടാവുക, ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ വർക്കൗട്ട് ആവും എന്നുള്ളൊരു വിശ്വാസം വെച്ചിട്ട് മുന്നിലോട്ടേക്ക് പോകുക എന്നുള്ളത് കാണുന്നു. ഓക്കെ, ഇഫ് യു കുഡ് ഡു എനിത്തിങ് വാട്ട് വുഡ് ബി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ഒരു എത്ര എമൗണ്ട് ഓഫ് മണി കിട്ടി, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പം നിങ്ങളുടെ മനസ്സ് പറയും, ഓക്കെ എനിക്ക് ഇന്ന് ഇത് വേണം, അല്ലെങ്കിൽ ഇന്നേത് വേണം, എനിക്കൊരു വീട് വെക്കണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കണം. അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എക്സാക്ട്ലി നിങ്ങൾക്ക് എന്താണ് വേണ്ടുന്നത് എന്നുള്ളത് ആഗ്രഹം എന്താണെന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതേപോലെ തന്നെ നിങ്ങളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് ഇപ്പോൾ കറൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് മുന്നിലോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളതിന് ഉത്തരം നിങ്ങളുടെ മുന്നിൽ തന്നെ വന്നു ചേരും എന്നുള്ളത് പറയുന്നു. നിങ്ങളുടെ ഹാർട്ട് എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളുടെ സോളിലേക്കുള്ളൊരു പാതയാണ് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഐ എം സേയിങ് വിസ്ഡം. ഓക്കെ, അതായത് നിങ്ങൾ എന്ന് പറയുന്നത് വളരെ വൈസായിട്ടുള്ളതും വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് കാണുന്നു. എത്രത്തോളം നിങ്ങൾക്ക് അറിവ് നേടാൻ പറ്റുമോ, അത് ബുക്കിലൂടെ ആയിക്കോട്ടെ, ട്രാവലിലൂടെ ആയിക്കോട്ടെ, ആൾക്കാരിലൂടെ ആയിക്കോട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു അറിവ് നേടിയെടുക്കാം. നിങ്ങളുടെ ഉള്ളിലെ ഉള്ള അറിവുകൾ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് നിങ്ങളുടെ ഹയ്യർ ഗോഡ് ആയിരിക്കാം, ഹയ്യർ ആയിട്ടുള്ള സെൽഫ് ആയിരിക്കാം, പലരും നിങ്ങൾക്ക് ഈ പറയുന്ന വിസ്ഡം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുതരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. ഓക്കെ, സോ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അറിവ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ വർഷത്തിൽ ചെയ്യൂ. നിങ്ങൾക്കൊരു കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കുറേ നാളായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒരു ബുക്ക് വായിക്കാൻ, പക്ഷേ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, സമയം ഉണ്ടാക്കിയിട്ട് അത് വായിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വിസ്ഡം എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊരു അറിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കാണുന്നു. ഓക്കെ, മാനിഫെസ്റ്റേഷൻ. ഓക്കെ, be very honest and hear about what you wish to manifest in your life. Now write down on a paper, manifest step 1. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അറിയണം നിങ്ങളുടെ ലൈഫിൽ എക്സാക്ട്ലി എന്താണ് വേണ്ടുന്നത്. പലരും മാനിഫെസ്റ്റേഷന് മുന്നേ ഏറ്റവും കൂടുതൽ ചെയ്യാത്തൊരു കാര്യമാണ് ഈ SWOT അനാലിസിസ് എന്ന് പറയുന്നത്. SWOT അനാലിസിസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമാണ് SWOT അനാലിസിസ്. SWOT അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്, പക്ഷേ നിങ്ങളുടെ ജോബ് വേറെ എന്തോ ആണ്, പക്ഷേ നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ആർട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത്താണ് നിങ്ങളുടെ ആർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ബാക്കിയുള്ളതിന് മുന്നിൽ വരുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്. ഓക്കെ, W എന്ന് പറയുന്നത് നിങ്ങളുടെ വീക്ക്നെസ് ആണ്. നിങ്ങൾ സെൻസിറ്റീവ് ആണോ, പെട്ടെന്ന് ദേഷ്യം വരുമോ, പെട്ടെന്ന് വിഷമം വരുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ യെസ്, അത് നിങ്ങളുടെ വീക്ക്നെസ് ആണ്. നിങ്ങൾക്ക് ടോക്സിക് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലേ, അത് നിങ്ങളുടെ വീക്ക്നെസ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് ഓപ്പർച്യൂണിറ്റി എന്താണ്, നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്താണ്. നിങ്ങൾക്ക് ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോക്സിക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് വളരെ കുറവായിരിക്കും. നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ടൊരു കാര്യം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ടോക്സിക് സിറ്റുവേഷൻ ഒന്നും ഹാൻഡിൽ ചെയ്യേണ്ടി വരില്ല. സോ ദാറ്റ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ ത്രെറ്റ് എന്താണ്? ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ കോമ്പറ്റേറ്റർ ആരാണ്,
നിങ്ങളുടെ കൂടെ കോമ്പറ്റീഷൻ ചെയ്യുന്ന ആരാണ്, അവരൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ത്രെറ്റ് ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ 100% സക്സസ്ഫുൾ ആൻഡ് യൂണീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്ററേ ഇല്ല എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിൻ്റെ പലർക്കും വർക്കൗട്ട് ആവാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് റിവേഴ്സ് ടെക്നിക്കാണ്. നമ്മൾ യൂണിവേഴ്സിനടുത്ത് നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം ചോദിക്കുന്നതിന് പകരം നമുക്ക് വേണ്ടാത്തതൊക്കെ ഒഴിവാക്കി തരാൻ ആദ്യം പറയാമെന്നുള്ളത് പറയും. അതായത് നമ്മളുടെ മൈൻഡിനെ ഡീക്ലട്ടർ ചെയ്യുക എന്ന് പറയും. അതായത് നമ്മളുടെ മൈൻഡിൻ്റെ അടുത്ത് അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ തലയിൽ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടാവും. അതിനെയൊക്കെ എടുത്ത് വെളിയിലിട്ടാൽ മാത്രമേ നമ്മൾക്ക് വേണ്ടുന്ന കാര്യത്തിന് അതിൻ്റെ അകത്തേക്ക് ഇംബൈബ് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ അകത്തേക്ക് വെക്കാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ലൈഫിൽ നിന്ന് നമുക്ക് വേണ്ടാത്തത്, അതായത് ചില വ്യക്തികളായിരിക്കാം, ചില വ്യക്തികൾ നമ്മൾ ടോക്സിക് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്, അവരിൽ നിന്ന് നമ്മൾ ഡിസ്റ്റൻസ് ആവുക, അവരെടുത്ത് കളഞ്ഞു. ചില ഫ്രണ്ട്സ് ആയിരിക്കാം, ചില ഫ്രണ്ട്സ് നമുക്കറിയാം നമ്മുടെ പുറകെ നിന്ന് ചിരിച്ചിട്ട് പുറമെ നിന്ന് കുത്താണ്, അവരെ നമ്മളെടുത്ത് കളഞ്ഞു. അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആയിരിക്കാം, ജോബായിരിക്കാം, ഈ ജോബിന് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിൽക്കുന്ന ജോബുകളായിരിക്കാം, അതിനെ നമ്മളെടുത്ത് വെളിയിലിട്ടു. അങ്ങനെയൊക്കെ നമ്മളെ ലൈഫിൽ ഡീക്ലട്ടർ ചെയ്തിട്ട് നമ്മൾ കൂടുതൽ സ്പേസ് ഉണ്ടാക്കുക. എങ്ങനെ നമ്മളൊരു അൾമാരിയിൽ വേണ്ടാത്ത തുണികൾ എടുത്ത് കളഞ്ഞിട്ടൊരു പുതിയ തുണികൾ നിറയ്ക്കുകയോ അതുപോലെ തന്നെ നമ്മളുടെ മൈൻഡിനെയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫ് കുറച്ച് ഏരിയാസിൽ ഏതെങ്കിലും ഒരു ഏരിയ ആയിരിക്കാം, ഇത് എല്ലാം ഒരുമിച്ചാവണം എന്നില്ല, നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങളുടെ ലൈഫ് ഒരുപാട് മുന്നിലോട്ടേക്ക് മൂവ് ചെയ്യുന്ന ഒരു ടൈമാണ് എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയും നാളായിട്ട് അത് ഒട്ടും അനങ്ങാതെ നിൽക്കുന്ന ഒരു ഏതാണെന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണോ നിങ്ങളുടെ ലൈഫ് ഒട്ടും മുന്നിലോട്ടേക്ക് പോകാതിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻസിലാണോ നിങ്ങളുടെ ലൈഫ് എപ്പോഴും ഒരേപോലെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ട് നിങ്ങൾ ഒരാൾ പുഷ് ചെയ്യുന്ന പോലെ, ഒരു ഭാഗത്ത് നിന്ന് നിങ്ങളെ പുഷ് ചെയ്ത് വിടുന്ന പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മൂവ്മെൻറ്റ് കിട്ടും. അതേത് കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ആ കാര്യമായിരിക്കും ഈ ഒരു കാർഡിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ ഒന്ന് മാത്രം ചെയ്തു കൊടുക്കുക, ഈ ഒരു ഫ്ലോവിനനുസരിച്ചിട്ട് എന്നെ കൊണ്ടുപോകട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിന്ന് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്കൊരു നല്ല ഫുഡ് വാങ്ങിച്ചു തന്നു അല്ലെ ഉണ്ടാക്കി തന്നു. ഓക്കെ, ഹാവ് ഇറ്റ് മൈൻഡ്ഫുള്ളി, അതായത് അവർ അത്രയും സന്തോഷത്തോടെ അത്രയും സ്നേഹത്തോടെ ഉണ്ടാക്കി തന്ന ഒരു ഫുഡാണ്. ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ഇറ്റ് എന്നുള്ള പറഞ്ഞിട്ട് നിങ്ങൾ അത്രയും മൈൻഡ്ഫുള്ളായിട്ട് അതിനെ കഴിക്കും. ആൻഡ് നിങ്ങൾ അതിനെപ്പറ്റി കുറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, ഐ എം നോട്ട് സെയിങ്. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ പറയാം, ഓക്കെ ഐ എം ഗ്രേറ്റ്ഫുൾ, എനിക്കിത് ഉണ്ടാക്കി തന്നതിൽ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്, ഇതിൻ്റെ അകത്ത് ഇതും കൂടി ചേർന്നിരുന്നെങ്കിൽ ഇറ്റ് വാസ് ടു ഗുഡ്. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അവരെ കംപ്ലീറ്റ്ലി ഡിസീവ് ചെയ്യുക, അവരെ കംപ്ലീറ്റ്ലി കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ ഒരു ടൈപ്പ് രീതിയിൽ നിങ്ങൾക്ക് പറയാം. അത് നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അത് മൈൻഡ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, മൾട്ടി ടാസ്ക് ചെയ്യാതെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പഠിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കൈ കൊണ്ട് തന്നെ ചാറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ യു വിൽ ഫീൽ, അതായത് നിങ്ങളുടെ ഫുഡിലേക്ക് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ഫീൽ എന്ന് പറയും. അതായത് ആ ഒരു സാധനം കഴിക്കുന്നതും അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ എസൻസും അതിൻ്റെ അകത്ത് എന്തൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മൈൻഡ്ഫുള്ളായിട്ട് മനസ്സിലാവുന്നത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്തായിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മൈൻഡ്ഫുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, വി ആർ ഹാവിങ് എ ഡീപ്പ് കോൺവെർസേഷൻ, ആ സമയത്ത് മാക്സിമം ഫോണിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ചുകൂടി ഗ്രേറ്റ്ഫുൾ, ഹാപ്പി ആൻഡ് കണ്ടൻറ്റ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് പഠിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു റഷ് എവറിത്തിങ്. എല്ലാം ഒരു സമയത്ത് നടക്കണം എന്നുള്ളത് കാര്യം. നമ്മളിപ്പോൾ മൾട്ടി ടാസ്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് അതിനകത്ത് നമുക്ക് ലാഭിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഫ്യൂച്ചറിൽ ചിലപ്പം യു ഡോണ്ട് നോ, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന മൊമെൻറ്റ്സ് നിങ്ങൾക്ക് വീണ്ടും കിട്ടുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന സിറ്റുവേഷൻസ് ഇനി ഉണ്ടാവുമോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. ബിക്കോസ് നമ്മൾ ആ ഒരു 15 മിനിറ്റ്സ് ലൂസ് ചെയ്യുന്നതിന് പകരം ട്രൈ ടു ഹാവ് എ ബ്യൂട്ടിഫുൾ ടൈം. ആ ഒരു ഉണ്ടാകുന്ന സമയം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, മേക്ക് ഡിസിഷൻ റാഷണലി ആൻഡ് സെൻസിബിളി. അതായത് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ അപ്പം ഡിസിഷൻ അവർ പറഞ്ഞു തന്നത് കൊണ്ട് എന്നുള്ള രീതിയിൽ എടുക്കരുത്. ഇപ്പം ഞാൻ പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങളുടെ ഡിസിഷൻ എടുക്കുകയാണ്, അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ റാഷണൽ ഡിസിഷൻ അതിനകത്ത് എടുക്കണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് റിലേഷൻഷിപ്പ് വേണ്ട, ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് അല്ല, ഈ റിലേഷൻഷിപ്പ് ഒരു വർക്കൗട്ട് ആവില്ല എന്നെ ഞാൻ പറയുന്നു വിചാരിച്ചു. പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതെങ്ങനെയെങ്കിലും എനിക്ക് വർക്കൗട്ട് ആക്കിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദാറ്റ് ഡിസിഷൻ. നിങ്ങൾക്ക് ഒരിക്കലും ഐ കാൺട്ട് ആസ്ക് യു ലൈക്ക് നിങ്ങൾ പിന്നെ എന്തായാലും അവരെ ബ്രേക്കപ്പ് ചെയ്തേ പറ്റുമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ റാഷണൽ ഡിസിഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഐ ക്യാൻ ഓൺലി ടെൽ ഇതിൻ്റെ അകത്ത് ഓക്കെ ഇങ്ങനെ വരാൻ ചാൻസസ് ഉണ്ട്, അപ്പോൾ ഇത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, അതിൻ്റെ മേലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ, അതിനുള്ള എനർജി നിങ്ങൾക്കുണ്ടോ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നോ എന്നുള്ള രീതിയിലൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ ആം സെയിങ്, നിങ്ങൾ സെൽഫ് ഡൗട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ അടുത്ത ഡിസിഷൻസ്, നിങ്ങളുടെ അടുത്ത തീരുമാനങ്ങൾ ഒക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഡിസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കളിക്കുന്നുണ്ടാവും. അത് ഒഴിവാക്കുക. നിങ്ങളൊരു ഡിസിഷൻ എടുത്തു, ആ ഡിസിഷന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങി എന്നുണ്ടെങ്കിൽ അത് ഇനി ഞാൻ അതിനെ മാറ്റാൻ പോകുന്നില്ല, ഇനി ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോവാം. നിങ്ങൾക്ക് അതിനൊരു പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണമെന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ. ഇറ്റ് മേ ടേക്ക് ടൈം. പക്ഷേ എന്നാലും നിങ്ങളുടെ കാര്യത്തിൽ അതിനൊരു റിസൾട്ട് കിട്ടും എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഐ ആം സേയിങ് യുവർ കമ്മിറ്റ്മെൻറ്റ് ഹാസ് ബീൻ ടെസ്റ്റഡ്. അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ്. അതായത് നിങ്ങൾ അത് ശരിക്കും നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ, അത് നിങ്ങൾ അതിൻ്റെ അകത്ത് അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ യൂണിവേഴ്സ് നിങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ ആം സീയിങ് ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. യൂണിവേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ കുറേ നാളായിട്ട് എനിക്ക് എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് ഒന്നിക്കൽ ഈ റീഡിങ്ങിലൂടെ തന്നെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിയർ ലൈഫിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടും എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള ടാരോട്ട് റീഡിങ് എനർജി എന്താണെന്ന് നോക്കാം. ടാരോട്ട് കാർഡ്സ് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഐ എം സീയിങ് 3 of Swords എനർജി. പലരും റിലേഷൻഷിപ്പിൽ ഡിഫിക്കൽട്ട് ഫേസിലൂടെ പോയിട്ടുണ്ടാവാം, ഒരു ബ്രേക്കപ്പ് ഫേസിലൂടെ പോയിട്ടുണ്ടാവാം, റിലേഷൻഷിപ്പ് പാർട്ടിൽ നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടാവാനുള്ള ചാൻസസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഈക്വലായിട്ടുള്ള, അതിനൊക്കെ അത്രയും കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള, അതായത് നിങ്ങൾ എത്രത്തോളം അങ്ങോട്ട് കൊടുത്തോ, നിങ്ങൾ എത്രത്തോളം അങ്ങോട്ട് ചെയ്തോ അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട രീതിയിലുള്ള ഒരു പാർട്ട്ണറിനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുമുണ്ട് എന്നുള്ളത് കാണുന്നു. ഇതുവരെ റിലേഷൻഷിപ്പ് ഇല്ല അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടിരിക്കുന്നൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ ഒരു ന്യൂ പാർട്ട്ണറിനെ മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് എനിക്ക് കാണുന്നു. അതേപോലെ തന്നെ 10 years ഫ്രം നൗ അല്ലെങ്കിൽ ഒരു 10 years ഫ്രം നൗ നിങ്ങൾക്ക് വളരെ സ്ലോ പീസ്ഫുൾ ഹാപ്പി ലൈഫായിരിക്കും നിങ്ങളുടേത് എന്നുള്ളത് കാണുന്നു. എനിക്ക് തോന്നുന്നത് നിങ്ങളെ ഒരു വളരെ മെറ്റീരിയലിസ്റ്റിക് ആഗ്രഹങ്ങളെക്കാട്ടിലും, അതായത് എനിക്ക് ഇത്ര പണം വേണം, ഈ പോർഷെ കാർ വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഗ്രഹങ്ങളെക്കാട്ടിലും നിങ്ങൾക്കൊരു സ്ലോ ലൈഫ് ആൻഡ് ഹാപ്പി ലൈഫ് വേണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാകുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നു. സോ അതുപോലെയുള്ള ലൈഫ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളത് കാണുന്നു. ഐ എം സീയിങ് 7 of Wands എനർജി. ഇതിനകത്ത് നമ്മൾ നേരത്തെയും കണ്ടു മെഡിറ്റേഷൻ. അത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മെഡിറ്റേഷൻ നിങ്ങൾക്ക് ആൻസേഴ്സ് കൊണ്ടുവരും, മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ വർക്ക് ചെയ്യും. അതായത് ഒരു 7 മിനിറ്റെങ്കിലും മിനിമം ഒരു ദിവസം മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഒരു പീസ്ഫുള്ളായിട്ട്, നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ മനസ്സിന് ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഈവൻ 7 minutes നിങ്ങൾ മെഡിറ്റേഷനിൽ സ്പെൻഡ് ചെയ്യുകയാണെന്നെങ്കിൽ കൂടെ നിങ്ങൾക്ക് കുറച്ച് ചേഞ്ചസൊക്കെ ലൈഫിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ട്രൈ ചെയ്യുക, ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ട്രൈ ചെയ്യാം. നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹേർട്ടാണ്, ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കര കയറാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീലിംഗ് ട്രൈ ചെയ്യാം, സ്വന്തമായിട്ട് ഹീൽ ചെയ്യാൻ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹീലറിൻ്റെ ഹെൽപ്പ് ത്രൂ നിങ്ങളുടെ ചക്ര ബാലൻസോ ഹീലിങ്ങോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ എം സേയിങ് പേജ് ഓഫ് കപ്സ് എനർജി. അതായത് നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആണെന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ ചുറ്റിലുമുള്ള ഓരോരോ ആൾക്കാർക്ക് നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ വളരെ കൂടുതലാണ്. മേ ബി ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ
നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. എപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലും തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്നേഹത്തോടെ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെപ്പറ്റി കെയർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കുക. someone is really attracted to you. നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഉള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലും തന്നെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഐ എം സീയിങ് 2 ഓഫ് സോർഡ്സ് എനർജി. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലൈൻഡഡ് സിറ്റുവേഷൻ ആണ് എന്നുള്ളത് കാണുന്നു. അതായത് ചിലരുടെ ട്രൂ ഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അത് ഈ വർഷത്തിൽ അത് നിങ്ങളുടെ മുന്നിൽ പൊളിയും. അത് നിങ്ങൾക്ക് അവരെ മനസ്സിലാവും. ട്രൂ ആയിട്ടുള്ള അവരുടെ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ 2 ഓപ്ഷൻസ് ഒരേ സമയം വന്നിട്ട് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കണം എന്നുള്ള ഡൗട്ട്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാണുന്നു. ഇത് 2 മന്ത്സിനുള്ളിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഇതിലൂടെ പോകേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാവാം എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഐ എം സീയിങ് 10 ഓഫ് പെന്റക്കിൾസ് എനർജി. നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്ലോ ലൈഫ് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് അല്ലാത്ത ലൈഫ് അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇവിടെ 10 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൾറെഡി ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന റിലേഷൻഷിപ്പ് വളരെ നല്ലതും വളരെ പീസ്ഫുള്ളും ഹാപ്പിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്. നിങ്ങളൊരു കാർമിക് റിലേഷൻഷിപ്പ് ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ എം സീയിങ് കിങ് ഓഫ് വോൺസ് എനർജി. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഉള്ള എനർജി എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ ജോബ് ഏതോ ആയിക്കോട്ടെ, നിങ്ങളുടെ ജോബ് ഒരു ക്രിയേറ്റീവ് സൈഡിൽ നിൽക്കേണ്ട ജോബാണ്. നിങ്ങളുടെ ഐഡിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ക്രിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് കാണുന്നത്. സോ ആ രീതിയിലുള്ള ജോലികളോ ആ രീതിയിലുള്ള എന്തെങ്കിലും സൈഡ് ഹസിൽസോ ഇവണ്ടോ ചിലപ്പം നിങ്ങൾ ഇതൊന്നും ബന്ധപ്പെട്ടതല്ലാത്തൊരു ക്രിയേഷൻ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഫീൽഡിലായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് സൈഡ് ഹസിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ഒക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് ഗ്രോത്തുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വ്യക്തിയാണ്. കിങ് ഓഫ് വോൺസ് ആണ്. കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ വൈസ് നിങ്ങൾക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ട ആകത്തെ, അല്ലെങ്കിൽ ഈ ഒരു കരിയർ വൈസ് നിങ്ങളായിട്ടൊരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ടേക്ക് വരികയാണ്. ഐ എം നോട്ട് സെയിങ് നിങ്ങളൊരു ഓർഗനൈസേഷനിൽ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും എന്നല്ല. പകരം നിങ്ങളായിട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ റെഡിയാണ്. നിങ്ങളെ തന്നെ വളർത്താനും നിങ്ങൾ തന്നെ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരാനും നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% സക്സസ് ആണ് എന്നുള്ളത് കാണാൻ പറ്റുന്നു. 2025-നേക്കാളും 2026 ഇസ് എ സക്സസ്ഫുൾ ഇയർ ഫോർ യു എന്നുള്ളത് കാണുന്നു. ഈ ഇയറിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നതും ചിലരുടെയൊക്കെ മുഖംമൂടിയൊക്കെ അഴിഞ്ഞ് വീണിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഓക്കെ ഇതാണ് സംഭവങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറേ റിയലൈസേഷൻ ഉണ്ടാകുന്ന ഒരു ഇയറാണ് 2025 എന്നുള്ളത് കാണുന്നു. ആൻഡ് 2026 ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഒരുപാട് ലെസൺസ് നിങ്ങൾ പഠിച്ച് 2026 നിങ്ങളൊരു സക്സസ്ഫുൾ എനർജിയായി മാറുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. So I'm so happy for you, pile അല്ലല്ലോ അല്ലേ. So I'm so happy for you. സോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.